നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. നിർമ്മാണം പൂർത്തിയാകും മുമ്പേ വടക്കഞ്ചേരി മണ്ണുത്തി 6 പാതയിൽ വീണ്ടും ടോൾ നിരക്ക് ഉയർത്തുന്നു. തിങ്കളാഴ്ച മുതലാണ് പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നത്. കുതിരാൻ ഇരട്ടത്തുരങ്കങ്ങളിൽ ഒന്ന് താൽക്കാലികമായി അടച്ച സാഹചര്യത്തിൽ നിരക്ക് ഉയർത്തുന്നത് പരസ്യമായ വെല്ലുവിളിയാണെന്നാണ് യാത്രക്കാരുടെ പരാതി. ഗുരുവായൂരിൽ കാൽനട യാത്രക്കാരിയെ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. രാവിലെ 9-ന് ഇരിങ്ങപ്പുറം തൈക്കാട് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കുന്നംകുളം കീച്ചേരി പറപ്പുക്കാവ് പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാപ്പാന്മാർ തമ്മിൽ സംഘർഷം. സംവാദത്തിൽ ഒരു പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. തൃശൂർ എടുത്തിരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ജൂൺ 4-ന് തൃശൂരിൽ ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നതെന്നും തൃശൂർ വഴി കേരളത്തിന്റെ ഉയർപ്പ് സംജാതമാകണമെന്നും ഇരിഞ്ഞാലക്കുടയിലെ പൊതുപരിപാടിയിൽ സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. പെരിയനം ബീച്ചിൽ കടലേറ്റം രൂക്ഷം. ഇന്ന് ഉച്ച മുതലാണ് കടലേറ്റം ആരംഭിച്ചത്. വെള്ളവും മണ്ണും അടിച്ചുകയറി മത്സ്യബന്ധന വല നശിച്ചു. കുണ്ടുംബി സമുദായത്തിന്റെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുരുമ്പാമ ക്ഷേത്ര സന്നിധിയിൽ പൈതൃകമായി നടത്തി വരാറുള്ള ഗുരുതിക്കുളി നടത്തി. ക്ഷേത്രത്തിലെ സമുദായത്തിന്റെ തനതു വഴിപാടായ തണ്ണിനാമൃതം സ്വീകരിച്ച് ചടങ്ങുകൾ അവസാനിച്ചു. സരിത കൈത്തോലയുടെ കവിതാ സമാഹാരം കടലാസുപൂവിന്റെ പ്രകാശനം സംവിധായകൻ പ്രിയനന്ദനൻ നിർവഹിച്ചു. സന്തോഷ് മടമ്പള്ളി അധ്യക്ഷത വഹിച്ചു. അനമരട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, രമേശ് കരിന്തലക്കൂട്ടം, TK സതീശൻ, CK ഷിജു, ജോസ് മാനാടൻ, സരിത കൈത്തോല തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇന്ന് ഈസ്റ്റർ ആഘോഷം. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നേരം പുലരും വരെ തുടർന്നു. മൗണ്ട് കർമ്മൽ ചർച്ച് കാരായിടവക ഈസ്റ്റർ ദിനത്തിൽ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു. ഇടവകയിലെ യൂത്ത് അംഗങ്ങളാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. തുടർന്ന് ഫാദർ ജോഷി കല്ലറക്കലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. സഹവികാരി വിപിൻ മുതലാംപറമ്പിൽ സഹകാർമ്മികനായിരുന്നു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ സംയുക്ത ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ജനാധിപത്യം മോദി ഭരണകാലത്ത് കശാപ്പ് ചെയ്യപ്പെടുകയാണ്. അഴിമതി മാത്രമാണ് BJPയുടെ അജണ്ടയെന്നും TK സുധീഷ് പറഞ്ഞു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.